വാർത്തയിലേക്ക് പാനൂർ ബോംബ് സ്ഫോടന കേസിലെ 3 പ്രതികൾക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു. 90 ദിവസമായിട്ടും പോലീസ് കുറ്റപത്രം സമർപ്പിക്കാത്തതിനെ തുടർന്നാണ് 3 മുതൽ 5 വരെ പ്രതികൾക്ക് ജാമ്യം ലഭിച്ചത്. കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ മുഴുവൻ പ്രതികളും വരും ദിവസങ്ങളിൽ ജാമ്യത്തിലിറങ്ങും. ഏപ്രിൽ 4-ന് പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനത്തിൽ ഒരാൾ മരിച്ചു. ഫെലിക്സ് നൽകും വിവരങ്ങൾ. ഫെലിക്സ്, വളരെ രാഷ്ട്രീയമായിട്ടൊക്കെ തന്നെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിരുന്നു തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ തന്നെ. ഈ കേസിൽ കുറ്റപത്രം സാധാരണഗതിയിൽ 90 ദിവസം മുമ്പ് നൽകിയില്ലെങ്കിൽ സ്വാഭാവിക ജാമ്യം ലഭ്യമാകും. അതുകൊണ്ട് തന്നെ ഇതൊരു ആരോപണമായി കൂടി പോലീസിനെ സംബന്ധിച്ചിടത്തോളമൊക്കെ ഉയരാനിടയുണ്ട്. എന്താണ് സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്? പ്രതീക്ഷ, തെരഞ്ഞെടുപ്പ് കാലത്ത് CPM-നെ ഏറെ പ്രതിരോധത്തിൽ നിർത്തിയ ഒന്നായിരുന്നു പാനൂർ മൂളിയാംതോട് നടന്ന ഈ ബോംബ് സ്ഫോടനം. ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടായ സ്ഫോടനത്തിൽ ഒരു CPM അനുഭാവി കൊല്ലപ്പെടുകയും അതിൽ 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തൊരു സംഭവമാണ്. മാത്രമല്ല, ഇതിൽ മൊത്തം 15 പ്രതികളുണ്ട്. ഈ 15 പ്രതികളിൽ ഭൂരിഭാഗം പേരും DYFIയുടെ യൂണിറ്റ് സെക്രട്ടറി അടക്കമുള്ള നേതാക്കളും CPM പ്രവർത്തകരുമാണ്. അത്തരത്തിലുള്ള ഒരു കേസിലാണ് ഒരു പോലീസിൻ്റെ അനാസ്ഥ മൂലം ഈ ഗുരുതരമായൊരു കേസിൽ പ്രതികൾക്കിപ്പോൾ ജാമ്യം ലഭിച്ചിട്ടുള്ളത്. തലശ്ശേരി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് 3 മുതൽ 5 വരെയുള്ള പ്രതികൾ, 3-ാം പ്രതി അരുൺ, 4-ാം പ്രതി ഷബിൻലാൽ, 5-ാം പ്രതി അതുൽ എന്നിവർക്കിപ്പോൾ ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 90 ദിവസത്തിനുള്ളിൽ ജാമ്യം ഈ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ സ്വാഭാവികമായും അവർക്ക് ജാമ്യം ലഭിക്കും, അങ്ങനെ പുറത്തിറങ്ങാൻ കഴിയും. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കുറ്റപത്രം സമർപ്പിക്കാത്തത് കൊണ്ട് അടുത്ത ദിവസങ്ങളിൽ മറ്റു പ്രതികൾക്കും, കാരണം ഇത് ഏറ്റവും ആദ്യം അറസ്റ്റിലായ പ്രതികളാണ് ഈ 3 പേർ, അതിനുശേഷം അറസ്റ്റിലായ പ്രതികളുണ്ട്. അപ്പോൾ അവർക്കടക്കം ജാമ്യം ലഭിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ബോംബ് സ്ഫോടനത്തിൽ ഒരാളാണ് കൊല്ലപ്പെട്ടത്. അത് CPM അനുഭാവിയായ ഷെരിലാണ്. മറ്റൊരു CPM അനുഭാവി വിനീഷിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. മറ്റു പ്രതികൾ ഇപ്പോൾ ഈ ജാമ്യം ലഭിച്ചിരിക്കുന്ന അതുൽ അടക്കമുള്ളവർ DYFIയുടെ ഭാരവാഹികളാണ്, കുന്നോത്തുപറമ്പ് അടക്കമുള്ള മേഖലയിലെ ഭാരവാഹികളാണ്. ഇത് രാഷ്ട്രീയമായി ഏറ്റവും വലിയ പ്രചാരണായുധമായിരുന്നു, പ്രത്യേകിച്ച് വടകര മണ്ഡലത്തിലടക്കം. കാരണം ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ആളൊഴിഞ്ഞ് വീട്ടിൽ ഒരു ടെറസിൻ്റെ മുകളിൽ ഒരു ബോംബ് സ്ഫോടനം നിർമ്മാണത്തിനിടെ നടന്നു എന്നത്, അതിനുശേഷം കൊല്ലപ്പെട്ട ഷെരീലിൻ്റെ വീട്ടിൽ CPM-ന്റെ പ്രാദേശിക നേതാക്കളടക്കം എത്തിയതും വാർത്തയായിരുന്നു. അന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കിയത് മരിച്ച വീട്ടിൽ പോകുന്നതിലൊരു തെറ്റില്ല എന്നതാണ്. മാത്രമല്ല, ഇതിൽ ഇപ്പോൾ DYFI പ്രവർത്തകരാണ് അറസ്റ്റിലായിട്ടുള്ളത്, അവർക്കാണ് ഇപ്പോൾ ജാമ്യം ലഭിക്കുന്നത്. ഈ DYFIക്കാർ അവിടെ രക്ഷാപ്രവർത്തനത്തിനായി, ജീവൻ രക്ഷയ്ക്ക് വേണ്ടി അവിടെ എത്തിയതായിരുന്നു. അവരെ പോലീസ് ഈ കള്ളം പറഞ്ഞുകൊണ്ട് അവരെ ഈ കേസിൽ ഉൾപ്പെടുത്തി, പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയെന്ന വാദമാണ് MV ഗോവിന്ദൻ ഉന്നയിക്കുകയും ചെയ്തത്. ഏതായാലും ഏറ്റവും സുപ്രധാനമായ ഒരു കേസാണ്. നമുക്കറിയാം, വലിയ ചർച്ചയായ ഒരു കേസ്. ബോംബ് നിർമ്മാണത്തിനിടെ ബോംബ് സ്ഫോടനം ഉണ്ടാകുന്നു, ഒരാൾ കൊല്ലപ്പെടുന്നു, നിരവധി പേർക്ക് പരിക്കേൽക്കുന്നു. അങ്ങനെ ഒരു കേസിലാണ് 90 ദിവസമായിട്ടും പോലീസ് കുറ്റപത്രം സമർപ്പിക്കാതിരുന്നത്. നേരത്തെ ഈ പ്രതികൾ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിരുന്നു, പക്ഷേ ആ ജാമ്യാപേക്ഷ ഒക്കെ തന്നെ തള്ളിപ്പോവുകയാണ് ചെയ്തത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിലെ മുഴുവൻ പ്രതികൾക്കും നാളെയോ അല്ലെങ്കിൽ അടുത്ത ദിവസമോ ജാമ്യം കിട്ടാൻ ഒരു സാഹചര്യം പോലീസ് തന്നെ ഒരുക്കുന്നു എന്നതാണ്. ശരി, ഫെലിക്സ് ആണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ പാനൂർ ബോംബ് സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട പ്രതികൾക്ക് ഇപ്പോൾ ജാമ്യം ലഭിക്കുകയാണ്. 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കണം എന്ന നടപടിക്രമങ്ങൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. തീർച്ചയായും ഇത് രാഷ്ട്രീയമായി തന്നെ ചർച്ച ചെയ്യപ്പെടും. എന്തുകൊണ്ട് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു ഉദാസീനത ഇക്കാര്യത്തിൽ ഉണ്ടായി? രാഷ്ട്രീയമായിട്ടുള്ള സമ്മർദ്ദമാണോ ഇങ്ങനെ സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഈ കേസുകളിൽ, ചില കേസുകളിൽ മാത്രം ഇത്തരത്തിൽ കുറ്റപത്രം വൈകിപ്പിക്കൽ, ജാഗ്രതക്കുറവ്, അതൊക്കെ എന്തുകൊണ്ടുണ്ടാകുന്നു? പ്രത്യേകിച്ച് CPM-നെ സംബന്ധിച്ചോളം ഏറെ പഴികേട്ട തിരഞ്ഞെടുപ്പ് സമയത്ത് ഏറ്റവും കൂടുതൽ CPM-ന് നേരെ ചോദ്യങ്ങൾ ഉയർന്ന ഒരു സംഭവത്തിലെ പ്രതികളെയാണ് ഇപ്പോൾ താൽക്കാലികമായി അവർക്ക് ആശ്വാസം ഒപ്പിക്കുന്ന തരത്തിലേക്ക് ഈ നടപടി മാറിയിരിക്കുന്നത് എന്നുള്ളതാണ്.